കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി 17-ാം വാർഡിൽ PMKSY പദ്ധതിയിൽ 38 ലക്ഷം രൂപ വകയിരുത്തി കിഴക്കുംപുറം മണ്ണാത്തിപ്പാറയിൽ പനാംതോടിന് കുറുകെ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ പ്രവൃത്തികൾ ഇതുവരെയും ആരംഭിക്കാൻ കഴിയാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. 38 ലക്ഷം രൂപ ലാപ്സായി പോകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. PMKSY പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ പ്രദേശത്ത് ചെക്ക് ഡാം നിർമ്മിക്കാൻ തുക വകയിരുത്തിയിരുന്നുവെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും പ്രാരംഭ പ്രവൃത്തികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നത് പ്രദേശത്തെ ജലസേചന സൗകര്യം പ്രതീക്ഷിക്കുന്ന കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ആദ്യം മൂച്ചിക്കുഴി പാലത്തിന് സമീപം നിർമ്മിക്കാനാണ് പദ്ധതി രേഖയിൽ നിർദ്ദേശിച്ചിരുന്നതെങ്കിലും പ്രദേശത്തെ മുഴുവൻ കൃഷിഭൂമിയിലേക്കും വെള്ളമെത്തിക്കാൻ കഴിയുകയില്ല എന്നതിനാൽ DPRൽ മാറ്റം വരുത്തി ഏറ്റവും ഉയർന്ന പ്രദേശമായ കിഴക്കുംപുറത്ത് ചെക്ക് ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇതിനിടയിൽ തോട് പുഴയിൽ ചേർന്നെത്തുന്നതിന്റെ ഏതാനും മീറ്ററുകൾക്കിപ്പുറം പ്രവൃത്തി നടപ്പാക്കണമെന്ന് ചിലർ അനാവശ്യ തർക്കമുന്നയിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതിന് കാലതാമസം വരുത്തി. പിന്നീട് ജനപ്രതിനിധികൾ, നീർത്തട കമ്മിറ്റി അംഗങ്ങൾ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിളിച്ച ഗുണഭോക്താക്കളുടെ യോഗത്തിൽ കിഴക്കുംപുറം ഭാഗത്ത് തടയണ നിർമ്മിക്കാൻ ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി രേഖ പുനഃപരിശോധനയ്ക്ക് അയക്കുകയും കിഴക്കുംപുറത്തു തന്നെ ചെക്ക് ഡാം നിർമ്മിക്കാൻ അനുമതി ലഭിക്കുകയുമുണ്ടായി. എങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് പദ്ധതി നടപ്പാക്കുന്നത് നീണ്ടുപോവുകയാണെന്നും ആരോപണമുണ്ട്. ഇതോടൊപ്പം DPRൽ ഉണ്ടായിരുന്ന കുലിക്കിളിയാട്, അയ്യപ്പൻകാവ് കുളം ഉൾപ്പെടെയുള്ള പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴും ഈ കിഴക്കുംപുറം മണ്ണാത്തിപ്പാറ തടയണയോട് അവഗണന കാണിക്കുന്നെന്നാണ് INTUC കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പറയുന്നത്. പദ്ധതി നീണ്ടുപോകുന്നതിൽ നാട്ടുകാർ ആശങ്കയിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യം DPRലുണ്ടായിരുന്ന മൂച്ചിക്കുഴി ഭാഗത്ത് കർഷകർക്ക് പ്രയോജനപ്പെടില്ല അവിടുത്തെ തടയണ എന്നുള്ളതിനാൽ, അവിടെ നിർമ്മിച്ചാൽ അത് പ്രയോജനപ്പെടില്ല എന്നുള്ളതിനാൽ അത് DPRൽ ആവശ്യമായ മാറ്റം വരുത്തി പ്രദേശത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമായ കിഴക്കുംപുറം മണ്ണാത്തിപ്പാറയിൽ സ്ഥാപിക്കാൻ കർഷകരും ജനപ്രതിനിധികളും നിർവ്വഹണ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഒരു യോഗത്തിൽ തീരുമാനമുണ്ടാകേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DPRൽ മാറ്റം വന്ന് കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. DPRൽ മാറ്റം വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ അതിൻ്റെ ഒരു പ്രവൃത്തിയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാര്യം കൊണ്ട് തന്നെ ഈ പ്രദേശത്തെ കർഷകരും സാധാരണക്കാരായ ജനങ്ങളും വലിയ ആശങ്കയിലാണ്. പ്രോജക്റ്റ് ഇവിടുന്ന് മുടങ്ങിപ്പോകുമെന്നുള്ള തരത്തിലുള്ള ആശങ്കയിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇതോടൊപ്പം DPRലുണ്ടായിരുന്ന പുലിക്കിലാട്, അയ്യപ്പൻകാവ് കുളം ഉൾപ്പെടെ ഉള്ള പദ്ധതികളൊക്കെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം വരെ കഴിഞ്ഞപ്പോഴും ഈ കിഴക്കുംപുറം മണ്ണാത്തിപ്പാറയിൽ തടയുന്നതിനോടുള്ള ഈ ചിറ്റമ്മ നയം എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് താഴത്തേക്ക് കൃഷിയുണ്ട്, ഏകദേശം നെൽകൃഷിയുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. അപ്പോൾ അത് കാരണം മുന്നോട്ട് ഇതേമാതിരിക്ക് നല്ല ഉറപ്പായിട്ട് ഈ ഫണ്ട് ഇവിടെ തന്നെ വിനിയോഗിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. കൃഷിക്കാരൊക്കെ ആവശ്യാർത്ഥം ഇവിടെ തന്നെ തടയണ DPR മാറ്റി വന്നിട്ട് ഇപ്പോൾ 1 വർഷമാവാറായി. ഇനിയും ആ പണി തുടങ്ങണില്ല. ഇനിയിപ്പോൾ ആ പണി തുടങ്ങില്ലതോ ഈ മാർച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് ലാപ്സാവോ എന്നോ, അതാണ് ഞങ്ങളെ പേടി. ഈ കൃഷിക്കാർ ഒരു 10-25 ആൾക്കാർ 10-40 ആൾക്കാരെ കൃഷിഭൂമിയുണ്ട്. നെല്ല് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ വെള്ളമല്ലാതെ വേറെ വെള്ളം കിട്ടാൻ ഒരു പാകമല്ല. അപ്പോൾ ഈ തടയണയുടെ ഫണ്ട് ഇവിടുന്ന് ലാപ്സായാൽ ആ കൃഷിക്ക് വെള്ളം കിട്ടില്ല. കൃഷിക്കാർ ആ ബുദ്ധിമുട്ടും പേടിയും കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്.